പാണക്കാട് മൊയ്ൻ അലി തങ്ങൾക്ക് ഭീഷണി സന്ദേശം അയച്ചെന്ന പരാതിയിൽ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനെതിരെ കേസെടുത്തിരുന്നു. ലീഗ് പ്രവർത്തകനായ റാഫി പുതിയകടവിനെതിരെയാണ് മലപ്പുറം ടൗൺ പോലീസ് കേസെടുത്തത്. ഈ റാഫി പുതിയകടവിൽ 24-നൊപ്പം ചേരുകയാണ്. താങ്കൾ തന്നെയാണോ ഈ ഒരു ശബ്ദ സന്ദേശം അയച്ചത്? സന്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ തങ്ങളുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയുന്നൊരു ബന്ധം നൽകാണ് തങ്ങളെ ഞാൻ അങ്ങനെ വോയിസ് അയച്ചത്. തങ്ങളതിൻ്റെ മുമ്പ് പ്രകോപിതരായിട്ട് ചില സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് ആർക്കും കൊടുത്തിട്ടും പിടിച്ചിട്ടൊന്നുമില്ല. തങ്ങളിങ്ങനെ റെക്കോർഡ് ചെയ്ത് വിചാരിക്കുമെന്നുള്ള ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ മൂപ്പര് മോശമായി പറയുന്നത് കൊണ്ടും ഇങ്ങനെ ഒരു ചർച്ച വന്നപ്പോഴല്ല ഞാൻ ആ ചർച്ചയായിട്ട് ബന്ധപ്പെട്ട് തങ്ങളോട് എടുക്കുക അങ്ങനെ സംസാരിക്കലുണ്ട്, മെസ്സേജ് അയക്കലുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ തങ്ങളുടെ പിന്നീടുള്ള സ്വഭാവത്തിൽ കുറച്ച് മാറ്റം വന്നു. തങ്ങൾ എൻ്റെ നിലപാട് ഇതിനേക്കാളും വലുതാണ് നീ കാണാൻ പോകണമെന്നുള്ളൂ എന്നെല്ലാം പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ തമാശ തന്നെ പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾക്ക് വീൽചെയറിലായിരിക്കും നിങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞു. അതാണ് ഉണ്ടായത്. ഈ ലീഗ് നേതാക്കൾക്കെതിരെ പ്രകോപനപരമായ രീതിയിൽ മൊയ്ൻ അലി തങ്ങൾ പ്രതികരിച്ചത് കൊണ്ടാണോ താങ്കൾ ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശം അയക്കാൻ കാരണമായത്? അല്ല, അത് അത്ര തന്നെ ഉള്ളൂ. കാരണം ലീഗ് എന്ന് പറഞ്ഞാൽ പാണക്കാട് കുടുംബമാണ്. പാണക്കാട് കുടുംബത്തിനെതിരായിട്ടാണ് മൊയ്ൻ അലി തങ്ങളുടെ പോക്ക്. അപ്പോൾ ആ ഒരു സംഭാഷണം ആയതുകൊണ്ടാണ് ഞാൻ അത്രയും ഒരു നല്ല രൂപത്തിൽ തന്നെ സംസാരിച്ച് പിന്നീട് തങ്ങൾ ഒരു പ്രകോപിതനായി ഞാനും അങ്ങോട്ടായി. അല്ലാതെ ചെയ്യണമെന്നും പിന്നെ വീൽചെയറിൽ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ എല്ലാം പറയാറുണ്ട്. ആ രൂപത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ശബ്ദ സന്ദേശം തെറ്റായി പോയി എന്ന് താങ്കൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ? 100% നമ്മളെ സംസാരത്തിൽ അത് തെറ്റായി തന്നെ തോന്നിയിട്ടുണ്ട്. മാപ്പ് പറയാനോ? മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. തങ്ങൾ നാളെ കാണുന്നുണ്ട്. എന്തായാലും നാളെ സ്റ്റേഷനിൽ ഹാജരാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തങ്ങളെ ഞാൻ നാളെ കാണുന്നുണ്ട്. ഏതായാലും ഭീഷണിപ്പെടുത്താൻ ഉദ്ദേശിച്ച് നടത്തിയ ഒരു ശബ്ദ സന്ദേശമല്ല എന്നാണ് റാഫി പുതിയകടവിൽ 24-മായി സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മൊയ്ൻ അലി തങ്ങളോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നും റാഫി പുതിയകടവിൽ പറയുന്നു. കോഴിക്കോട് നിന്ന് ക്യാമറാമാൻ മുനീഫ് തിരൂരിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24.